റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഹസ്ബൻഡ്സ് പറയുന്ന പരാതിയാണ്, എന്ന് മുതൽ എൻ്റെ വൈഫ് ഇൻസ്റ്റഗ്രാം എടുത്ത് തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ സമാധാനവും പോയി എന്നുള്ളത്. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇയാളുടെ ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ്, ഒരുപാട് റീൽസ് വൈഫ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇത് പലപ്പോഴും കാണാനും മനസ്സിലാക്കാനുള്ള ഒരു സമയം ഇയാൾക്ക് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വൈഫ് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഹസ്ബൻഡ് പാനിക് ആവുകയാണ്. ഇവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എനിക്ക് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യം. മാത്രമല്ല, ഇത് കാണാത്തതിനും ഹസ്ബൻഡ് വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറെ ചീത്തയും കേൾക്കേണ്ടി വരും. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ വഴക്കുകളാണ് വലിയ വഴക്കുകളായിട്ട് ഒ പിയിലേക്ക് വരാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്പെക്ടേഷൻ വേഴ്സ് റിയാലിറ്റി എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് സംഭവിക്കുന്നത് എന്നാണ്. പലപ്പോഴും നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മമാർ നമ്മളടുത്ത് പറയാറുണ്ട്, അവരെ കണ്ടുപടി ഇവരെ കണ്ടുപടി. ഇത് കേൾക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ദേഷ്യം ഉണ്ടാവും. ഇതേപോലെയാണ് ഹസ്ബൻഡിന്റെ അടുത്ത് മറ്റൊരാളെ പറ്റി പറയുന്ന സമയത്ത് അയാൾക്ക് ദേഷ്യം വരും. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാണാറുണ്ട്. ഈ ഗ്യാപ്പ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നത് വൈഫിന്റെ ആഗ്രഹം എന്താണുള്ളത് ഹസ്ബൻഡ് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല, നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട് തേടുന്നതൊക്കെ നല്ലതായിരിക്കും.